CPM അപ്പോൾ പറഞ്ഞുകൊണ്ട് പണി കൊടുത്തു തുടങ്ങി. പണി കൊടുത്തത് മറ്റാർക്കുമല്ല, SNDP യോഗത്തിന് തന്നെ. വെള്ളാപ്പള്ളിയെ SNDPയുടെ തലപ്പത്ത് നിന്ന് മാറ്റുമെന്ന് CPMകാർ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ടായിരുന്നു. കാരണം SNDPയുടെ തലപ്പത്ത് വെള്ളാപ്പള്ളി ഇരുന്ന ശേഷം വെള്ളാപ്പള്ളി SNDP യോഗത്തെ കൊണ്ട് കാവിക്കൊടിയുടെ കീഴെ ചേർക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. അതിനെ MV ഗോവിന്ദൻ മാസ്റ്റർ വളരെ കർശനമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വെള്ളാപ്പള്ളി അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് 90% SNDPക്കാരും CPMകാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് വിലപിച്ച് ഞാനും കമ്മ്യൂണിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും കാര്യമൊന്നും ഫലിച്ചില്ല. CPMകാർ പണി തുടങ്ങിയിരിക്കുന്നു. മുഹമ്മയിൽ CPM ഔദ്യോഗിക പാനലിനെ, അതായത് വെള്ളാപ്പള്ളി നടേശൻ്റെ പാനലിനെതിരെ CPM ഒരു പാനൽ അവതരിപ്പിച്ചു. ആ പാനൽ വിജയിച്ചു. അങ്ങനെ ആദ്യമായി വെള്ളാപ്പള്ളിക്ക് CPM പരസ്യമായി ഒരു താക്കീത് നൽകിയിരിക്കുകയാണ്. അതിൻ്റെ സെക്രട്ടറി എന്ന് പറയുന്ന ആൾ ഒരു മുരളി അവിടുത്തെ ലോക്കൽ കമ്മിറ്റി നേതാവാണ്. 2 ബ്രാഞ്ച് സെക്രട്ടറിമാർ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ റാവു എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക പാനലിൻ്റെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹവും പാർട്ടി അംഗമാണ്. നേരത്തെ വെള്ളാപ്പള്ളി സൂചിപ്പിച്ച ഈ 90% കമ്മ്യൂണിസ്റ്റിൽ ഒരാളാണ് റാവുവിനെ പ്രസിഡൻ്റാക്കി അങ്ങനെ പുതിയ കമ്മിറ്റി രൂപീകരിച്ചു. ഇതൊക്കെ നടക്കുന്നത് മുഹമ്മ ഏരിയയിലാണെങ്കിലും കണിച്ചക്കുളങ്ങരയാണ്. കണിച്ചക്കുളങ്ങര 539 നമ്പർ ശാഖയിലാണ്. ഇതൊക്കെ വെള്ളാപ്പള്ളിയുടെ മൂക്കിന് താഴെയാണെന്ന് ഓർക്കണം. അപ്പോൾ കളി തുടങ്ങിയാൽ കൃത്യം പറഞ്ഞു തന്നെ CPM ചെയ്യുമെന്ന് വെള്ളാപ്പള്ളിക്ക് മനസ്സിലായി കാണും ഇതോടുകൂടി. അപ്പോൾ വെള്ളാപ്പള്ളി ആ കസേരയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ സമയമായി എന്നർത്ഥം. അതുമാത്രമല്ല, വെള്ളാപ്പള്ളിക്കെതിരെ അതിശക്തമായ നീക്കം പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, പല ശാഖകളിലും നടക്കുന്നുണ്ട്. കാരണം വെള്ളാപ്പള്ളി ചെയ്തു കൂട്ടുന്നത് അങ്ങനെയാണ്. സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടി, സ്വന്തം മകൻ്റെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കുന്നതിന് വേണ്ടി, സ്വന്തം സംരംഭങ്ങൾ വിജയിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു നേതാവ്. ഗുരുവിൻ്റെ പേരിൽ, അതും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ നയിക്കുന്നത് ശ്രീനാരായണ ധർമ്മമായിരിക്കണമെന്ന ഒരു ആപ്തവാക്യമുണ്ട്. അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് അതിനെയൊക്കെ തൃണവൽഗണിച്ചുകൊണ്ടാണ് ഈ വെള്ളാപ്പള്ളി മുന്നോട്ട് പോകുന്നത്. ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു യുവ നേതൃത്വം SNDP യോഗത്തിനുള്ളിൽ വളർന്നു വരുന്നുണ്ട്. അവരൊക്കെ പ്രത്യക്ഷമായി തന്നെ ചോദിക്കുന്നുണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശനോട്, താങ്കൾക്ക് ഒഴിഞ്ഞുപോയിക്കൂടെ, മാറി നിന്നുകൂടെ, ഒരു ജനാധിപത്യപരമായ ഒരു ഇലക്ഷൻ നടത്തിക്കൂടെ, അങ്ങനെയാണെങ്കിൽ താങ്കളെ അംഗങ്ങൾ തന്നെ വോട്ട് ചെയ്ത് തോൽപ്പിക്കുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജനാധിപത്യപരമായ രീതിയിൽ ഇലക്ഷൻ നടത്താനൊന്നും വെള്ളാപ്പള്ളി തയ്യാറല്ല. വെള്ളാപ്പള്ളിക്ക് എപ്പോഴും വെള്ളാപ്പള്ളിയുടേതായ രീതിയിൽ ഒരു ഇലക്ഷനുണ്ട്. അതിൽ അദ്ദേഹം തന്നെ ജയിക്കും. അതൊക്കെ നിങ്ങൾക്കറിയാം. പലതവണ ഇലക്ഷൻ നടത്തുമ്പോഴും ഇപ്പോൾ തോക്കുമെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി അവസാന ഘട്ടത്തിൽ ജയിച്ചൊരു കയറലുണ്ട്. ഇപ്പോൾ കുറച്ചു കാലമായി ഇലക്ഷൻ നടത്തേണ്ട സമയമൊക്കെ കഴിഞ്ഞു. കോടതി ഇടപെട്ടൊക്കെ ഇലക്ഷൻ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇലക്ഷൻ നടത്തേണ്ട സമയം കഴിഞ്ഞു, എന്നിട്ടും ഇലക്ഷൻ നടത്താതിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഓരോ ഓരോ ശാഖകളിലായി തെരഞ്ഞെടുപ്പുകൾ നടന്നു തുടങ്ങി. അപ്പോൾ ഈ ശാഖകളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടന്ന് ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴേക്കും കാര്യങ്ങൾ മറിയും. വെള്ളാപ്പള്ളിയുടെ കസേര തെറിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് CPMന് പ്രത്യക്ഷത്തിൽ പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ പ്രത്യക്ഷത്തിൽ പങ്ക് ഉണ്ട് എന്ന് പറയാം. എന്നാൽ അത് എത്രത്തോളം പ്രത്യക്ഷമാണ്? CPMകാരൊക്കെ കയറി അങ്ങ് വരികയാണോ? ചെങ്കൊടിയും പിടിച്ച് ഗുരുമന്ദിരത്തിൽ കയറി ഇരുന്ന് ഇലക്ഷൻ നടത്തുകയാണോ? അങ്ങനെയൊന്നുമല്ല. യോഗത്തിൻ്റെതായ അജണ്ട ഉണ്ടാകും. അവിടെ CPM അനുഭാവികളാണ് യോഗത്തിൽ കൂടുതൽ. 90% പേരും CPM അനുഭാവികളാണ്. അപ്പോൾ അവർ വേറെ പാനൽ അവതരിപ്പിക്കും. ജനാധിപത്യപരമായി വേറെ പാനൽ അവതരിപ്പിക്കും. ആ പാനൽ വിജയിക്കും. ഔദ്യോഗിക പാനൽ തോറ്റ് തുന്നം പാടും. അങ്ങനെ വരുമ്പോൾ വെള്ളാപ്പള്ളി തോറ്റ് തുന്നം പാടും. അങ്ങനെ SNDP യോഗത്തിന് നല്ല കാലം വരുന്നു എന്ന വലിയ സന്തോഷകരമായ സംഭവമാണ് നമ്മൾ അറിയുന്നത് മുഹമ്മയിൽ നിന്ന്.